ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എന്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല. എന്നെ ദ്വേഷിക്കുന്നവൻ എന്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എന്റെ പിതാവിനെയും കാണുകയും ദ്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തുവെന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2-2.5 മണിക്കൂർ സമയം നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് എപ്രകാരം നമ്മുടെ ജീവിതത്തിന് വചനം അനുഗ്രഹമായി തീരണമെന്ന് നമ്മൾ നോക്കിക്കണ്ടു. ഇന്ന് ഈ വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ ലേഖനത്തിലൂടെ അതോടൊപ്പം തന്നെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. കൈത്തക്കാലം ഫലാഗമ കാലഘട്ടമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഫലം സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ദൈവം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഫലാഗമ കാലഘട്ടം. നമ്മളാകുന്ന സഭാതരും കർത്താവാകുന്ന ഉടമസ്ഥൻ നമ്മെ സമീപിക്കുമ്പോൾ ഫലം കൊടുക്കുവാൻ പാകത്തിന് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഫലം തരാത്ത അത്തിവൃക്ഷത്തോട് യജമാനൻ എപ്രകാരം പ്രതികരിക്കുമോ അതുപോലെ നമ്മോട് ദൈവം പ്രതികരിക്കും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ലേഖന ഭാഗത്ത് പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ എന്ന് പറയുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിളിയും നിയോഗവുമാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സഭയുടെ, സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഉതകുന്ന രീതിയിൽ പ്രവാചകന്മാരായി, പ്രബോധകരായി, അപ്പസ്തോലന്മാരായി ഓരോരുത്തരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലേഖനത്തിലൂടെ ചെയ്യുക. നീ ശിശുവാണോ, നീ യുവാവാണോ, നീ യുവതിയാണോ, അമ്മയാണോ, അപ്പനാണോ, അച്ഛനാണോ, കന്യകാസ്ത്രീയാണോ, ആയിരിക്കുന്ന വിളിയോട് നീ പ്രത്യുത്തരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദൈവവചനം നിന്നിൽ ജീവിക്കണം. ദൈവവചനം നൂറുമേനി ഫലം കൊയ്യാൻ പാകത്തിന് നമ്മിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ, വ്യത്യസ്ത ജീവിതങ്ങളിലൂടെ സഹനത്തെ പോലും അനുഗ്രഹമാക്കി മാറ്റിയത് നമ്മൾ തിരിച്ചറിയുക. എന്റെ ഈ ചെറിയ ഒരുവനിൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനം അന്ത്യവിധി സമയത്ത് കർത്താവ് എടുത്ത് ഉപയോഗിക്കുമ്പോൾ എപ്രകാരമാണ് നമ്മൾ മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ട് നന്മ ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ചിന്തിക്കാൻ, ധ്യാനിക്കാൻ, ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതേസമയം തന്നെ നമുക്ക് നൽകപ്പെട്ട വിളിക്കെതിരായി നമ്മളിൽ പ്രവർത്തിച്ചു പോയ, നമ്മിൽ വന്നുപോയ പിഴവുകളെ ഓർത്ത് മാപ്പപേക്ഷിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് തിരിച്ചറിയുക. നീ വിളിക്കപ്പെട്ടത് അപ്പസ്തോലനാകാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, അപ്രകാരം ജീവിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവസന്നിധിയിൽ സ്ഥാനമില്ല എന്ന് തിരിച്ചറിയുക. പ്രബോധകനാകാൻ, പ്രവാചകനാകാൻ, പരിശീലകനാകാൻ, നല്ല ഉത്തമ കുടുംബനാഥനാകാൻ, കുടുംബനാഥയാകാൻ വിളി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അപ്രകാരം തന്നെ ജീവിക്കണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തില് കുടുംബനാഥനെയും കുടുംബനാഥയെയും കൂട്ടിയിണക്കുന്ന ദൈവസ്നേഹത്തിന്റെ കണ്ണിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത്
മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇന്ന് കാലം മാറി പഠിക്കുവാനായി മക്കളെ പലയിടങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ തിരിച്ചു വരുന്നത് കൈക്കുഞ്ഞായിട്ടാണ് എങ്കിൽ അതിശയിക്കരുത്. അങ്ങനെയാണെന്ന് പഠനം തലയ്ക്ക് പിടിക്കുമ്പോൾ അഭ്യസ്ത വിദ്യരെന്ന് വാക്കുകൊണ്ട് പറയുന്ന ഇന്നത്തെ യുവതലമുറ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ അങ്ങനെയൊക്കെയാണ്. പെറ്റുവളർത്തിയ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ കരിവാരി തേച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നവളുമാരും തോന്നിയവളുമാരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നവരുമായിട്ടുള്ള ചെറുപ്പക്കാരുടെ ലോകത്തിന് ദൈവം പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന്. ദൈവം യോജിപ്പിക്കുവാൻ അവിടെ എവിടെയാണ് ഇടം കിട്ടിയത്? കെട്ടിക്കയറ്റി കൊണ്ടുവന്നതിന്റെ പേരിൽ, പടിയിറങ്ങിപ്പോയതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും സഭാപരമായി ജീവിക്കട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് അങ്ങനെയൊന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സഭാകുരുക്കിലേക്ക് കൂട്ടിയിണക്കുന്ന കാനൻ നിയമപ്രകാരമുള്ള ഒരു വിവാഹത്തിന് ദൈവസന്നിധിയിൽ സാധുതയുണ്ടെന്ന് ഈ അച്ഛന് തോന്നുന്നില്ല. ദൈവം ആരാണ്? ഈ ദൈവം ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് ദൈവം യോജിപ്പിക്കുവാനായിട്ട് മക്കൾ തയ്യാറാകാതിരിക്കുന്നത്. അച്ഛന്റെ കാഴ്ചപ്പാടില് ദൈവം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയവനാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അല്ലെ? നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? ദൈവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയവനാണ് ദൈവം. പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയവൻ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തുന്ന അപ്പനും അമ്മയും ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തെ ഉണ്ടാക്കിയവരെ ദൈവം എന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ എന്റെ അപ്പനും എന്റെ അമ്മയും എന്നെ ഉണ്ടാക്കിയത് കൊണ്ട് ഈ ലോകമുണ്ടാക്കിയ ദൈവത്തെ പരിചയപ്പെടുത്താൻ, ഈ ലോകമുണ്ടാക്കിയവനെ ദൈവം എന്ന് വിളിക്കാൻ എന്നെ പരിശീലിപ്പിക്കുന്ന എന്റെ അപ്പനും അമ്മയും എന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് 4-ാം പ്രമാണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാറ്റിനും ഒരു ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് 5 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങള് വേറൊരു കഷ്ണമായിട്ടും 1 മുതൽ 4 വരെയുള്ള പ്രമാണങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കർത്താവ് പറയുക. മാതാപിതാ ഗുരുദൈവം എന്ന് ആർഷഭാരത സംസ്കാരത്തിൽ നമ്മൾ ദൈവത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് എങ്കിൽ അക്ഷരം കൊണ്ട്, ശാസ്ത്രം കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാൻ കരുപ്പിടിപ്പിക്കുന്ന ഗുരുഭൂതർ പോലും ദൈവതുല്യരായിട്ട് പരിഗണിക്കപ്പെടണമെന്ന് എത്രയോ വിജ്ഞാനികളായിട്ട് വേണം ഈ ഋഷികള്, ഈ മഹർഷിമാര് പ്രകാരം രേഖപ്പെടുത്തി വയ്ക്കാൻ. എങ്കിൽ ഈ ദൈവതുല്യരായി കാണപ്പെടേണ്ട മാതാപിതാക്കൾ കൂട്ടിയിണക്കാത്ത ബന്ധമൊന്നും ദൈവം യോജിപ്പിച്ച ബന്ധമല്ല. ദൈവം യോജിപ്പിക്കാത്ത ബന്ധമൊക്കെയും അതിനാൽ തന്നെ മനുഷ്യൻ യോജിപ്പിച്ച ബന്ധമായതുകൊണ്ട് വചനത്തിൽ പറയുന്നില്ല മനുഷ്യൻ യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യൻ യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്നല്ല വചനം പറയുന്നേ. പിന്നെന്താ പറയുന്നേ? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കാൻ പാകത്തിന് ദൈവത്തെ കൊണ്ട് യോജിപ്പിക്കാൻ അദൃശ്യനായ ദൈവത്തെ കാണിച്ചു തരുന്ന ദൃശ്യമായ അടയാളമായ മാതാപിതാക്കള്, ഈ ഉദാശയിൽ ദൈവം ജീവിക്കുന്നുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സഭാപരമായ സഭാധികാരികള്, അല്ലെങ്കിൽ അച്ഛനെന്ന് വിളിക്കാൻ യോഗ്യത ലഭിച്ചിട്ടുള്ള ആത്മീയ പിതാക്കന്മാരുടെ അനുഗ്രഹത്താൽ ആശീർവദിക്കപ്പെടുന്ന ഒരു വിവാഹം മാത്രമേ പൊട്ടിത്തകരാതെ, തട്ടിത്തകരാതെ, തമ്മിത്തല്ലാതെ നിത്യകാലം നിലനിൽക്കുന്ന ബന്ധമാകുകയുള്ളൂ. പ്രണയവിവാഹമൊക്കെ കല്യാണം കഴിഞ്ഞ് 3-ാം മാസം എത്തുമ്പോഴേക്കും, 6-ാം മാസം എത്തുമ്പോഴേക്കും രൂപതാ കോടതികളിലും അരമന കോടതികൾക്ക് അപ്പുറത്ത് സിവിൽ കോടതികളിലും കേസുകളായിട്ട് മാറുമ്പോ, പൊട്ടിപ്പിരിയുന്ന ബന്ധങ്ങളായി മാറുമ്പോ, കൂട്ടിച്ചേർത്തതൊക്കെയും വൃഥാവിലായല്ലോ എന്ന് സ്വപ്നം കാണുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി ചെറുക്കന്മാരെ വാങ്ങുന്ന ഒരു കാലഘട്ടത്തില്, ലക്ഷങ്ങൾ കൊടുത്ത് പെൺകുട്ടികളെ പറഞ്ഞുവിടുന്ന ഒരു കാലഘട്ടത്തില് തട്ടിത്തകരുന്ന ബന്ധമാകാനല്ല കുടുംബജീവിതത്തെ വിളിച്ചിരിക്കുന്നത്. നീണ്ടകാലം നോമ്പ് നോറ്റിരുന്ന് മാതാപിതാക്കന്മാരുടെ മുട്ടിലെ തയമ്പിൽ നിന്ന് ഉയർക്കൊണ്ട സമർപ്പിത പൗരോഹിത്യ ജീവിതങ്ങളൊക്കെയും തട്ടിത്തകരാനുള്ളതല്ല. യഥാർത്ഥമായ ദൈവവിളിയാണ് എങ്കിൽ സമർപ്പിത ജീവിതത്തിന് ദൈവം കൊടുക്കുന്ന അർത്ഥം പൂർണ്ണമായ മനസ്സോടെ ദൈവത്തിന്, പൂർണ്ണമായ ശരീരത്തോടെ ദൈവത്തിന്, പൂർണ്ണമായ ഹൃദയത്തോടെ
ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു ജന്മമാണ്, ഒരു ജീവിതമാണ് സമർപ്പിത പൗരോഹിത്യ ജീവിതങ്ങൾ. അതിലെവിടെയെങ്കിലും പങ്കുവയ്ക്കപ്പെടുന്ന ഹൃദയമുണ്ടെങ്കിൽ, പങ്കുവയ്ക്കപ്പെടുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ, പങ്കുവയ്ക്കപ്പെടുന്ന ആത്മാവുണ്ടെങ്കിൽ, പങ്കുവയ്ക്കപ്പെടുന്ന മനസ്സുണ്ടെങ്കിൽ പോയി സമർപ്പിത പൗരോഹിത്യ ജീവിതത്തിന്റെ അന്തസ് പോയി. കൂട്ടിയിണക്കപ്പെടുന്ന ജീവിത പങ്കാളികളുമായിട്ട് വിശ്വസ്തത പുലർത്താൻ പാകത്തിന് ഒരുക്കമില്ലാത്തൊരു ജീവിതമാണ് പുതിയ തലമുറ കൂട്ടിയിണക്കുന്നതെങ്കിൽ ജീവിതം ആരംഭിക്കുമ്പോഴേ ദൈവത്തോട് അവിശ്വസ്തത, യുവത്വത്തിലേക്ക് കാലുവയ്ക്കുമ്പോഴേക്ക് പഠിക്കാനായിട്ട് അങ്ങ് ദൂരേക്ക് പറഞ്ഞു വിട്ടാൽ അപ്പനും അമ്മയും ചുറ്റുപാടുമുള്ളവർ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തോന്നിയ വഴി ജീവിച്ചിട്ട് അവസാനം അപ്പനും അമ്മയും പറയുന്നിടത്ത് ഒരു പുതിയ തല വെച്ചു കൊടുത്തുകൊണ്ട് കഴുത്ത് നീട്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു ജീവിതത്തിലേക്ക് വഴിയിറങ്ങിയാൽ, പടിയിറങ്ങിയാൽ ആ ജീവിതം അനുഗ്രഹദായകമാകുമെന്ന് തോന്നുന്നുണ്ടോ? ആ ജീവിതം നിലനിൽക്കുന്നതാകുമെന്ന് തോന്നുന്നുണ്ടോ? ആ ജീവിതത്തില് ദൈവികമായ ഇടപെടലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആദിയിൽ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് വചനത്തിലൂടെ അരുളി ചെയ്യുന്നുണ്ട് എങ്കിൽ എന്നെ സൃഷ്ടിക്കുമ്പോൾ തന്നെ, നിന്നെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി ഒരു ജീവിത പങ്കാളിയെ ദൈവം അനാദിയിലെ മനസ്സിൽ പങ്കുകൊണ്ടത്, മനസ്സിൽ രൂപം കൊടുത്തത് കൈവെള്ളയിൽ രേഖപ്പെടുത്തിയിട്ട് മറ്റൊരിടത്ത് മറ്റൊരു മാതാപിതാക്കളിൽ നിന്ന് രൂപം കൊടുക്കുന്നുണ്ട്. അപ്രകാരം രൂപം കൊണ്ടതുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് ഈ അപ്പൻ, ആ അമ്മയ്ക്ക് ആ അപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേരുന്ന ജീവിത പങ്കാളികൾ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ എന്തേ സുദൃഢമായിട്ട് മരണത്തോളം നിലനിൽക്കുന്ന ബന്ധമാകുന്നു. കാരണം അവിടെ ജനികതകളെക്കാൾ അധികമായി ആത്മീയതയുടെ ഒരു ഇഴപ്പെരുക്കല്, കൂട്ടിയിണക്കലുകള് നടക്കുന്നുണ്ട്, ഇഴയടുപ്പങ്ങള് നിലനിൽക്കുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തില് വിവാഹാദ്യ രാത്രിയെക്കുറിച്ച്, വിവാഹത്തിന്റെ രാത്രിയെക്കുറിച്ച്, വിവാഹത്തിലെ ആദ്യ രാത്രിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആദ്യ രാത്രിയില് എന്ത് സംഭവിക്കുന്നതെന്ന് വിശദമായിട്ട് പറയുന്നുണ്ടല്ലോ. അവർ തനിച്ചായിരുന്നപ്പോൾ തോബിയാസ് ചെന്ന് സാറയോട് പറഞ്ഞു, നമുക്ക് കർത്താവിന്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. എത്ര കുടുംബങ്ങളില് പുതുതായി രൂപം കൊള്ളുന്ന എത്ര ദാമ്പത്യ ബന്ധങ്ങളില് തനിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ നീണ്ട വർഷം പ്രണയിച്ചും തോന്നിയ പോലെയൊക്കെ ജീവിച്ചിട്ടും കൂട്ടിയിണക്കപ്പെടുന്ന ബന്ധങ്ങളില് ഈ കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? കർത്താവിന്റെ കാരുണ്യത്തിന് എവിടെയാണ് ഇടം കൊടുക്കുന്നത്? അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, അത്യുന്നതനായ ദൈവമേ, സർവത്തിന്റെയും സൃഷ്ടാവെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഏതാണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് തത്തുല്യമായ ഒരു പ്രാർത്ഥന, പ്രാകൃതമായിട്ടുള്ള ഒരു പ്രാർത്ഥന അന്നത്തെ കാലഘട്ടത്തില് ഒരു പ്രാർത്ഥന നടത്തിയിട്ട് അവസാനം തോബിയാസ് കൂട്ടിച്ചേർക്കുകയാണ് 8-ാം അധ്യായം 7-ാം വചനത്തില് ഇങ്ങനെ, ദൈവമേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. ഇവളോടൊപ്പം വാർദ്ധക്യത്തിലെത്തുന്നതിന് എന്നെ അനുഗ്രഹിക്കണം. ഒരു കുടുംബജീവിതം കർത്താവ് പറയുന്നു, ദൈവികമായ വരം ലഭിച്ചാലല്ലാതെ ആർക്കും ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. ദൈവികമായ വരം ലഭിച്ചിട്ട് നടത്തപ്പെടേണ്ട ഒരു കുടുംബജീവിതത്തില് അവസാനം വരെ നിലനിൽക്കണമെങ്കിൽ ഉണ്ടാകേണ്ടത് ജഡികമായ അഭിലാഷമല്ല, നിഷ്കളങ്കമായ പ്രേമമാണെന്ന് കർത്താവ് തന്നെ തിരുവചനത്തിലൂടെ പറയുകയാണ്, പഴയ നിയമത്തിന്റെ താളുകളിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബജീവിതം അപ്രകാരം രൂപം കൊള്ളുമ്പോൾ തന്നോടുകൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും അധികാരം നൽകുന്നതിനായി 12 പേരെ, സമർപ്പിതരെ, പുരോഹിതരെ, അവന്റെ ശിഷ്യ സമൂഹത്തിന്റെ പാരമ്പര്യം പേറുന്ന പുതുതലമുറകളെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ എത്ര സമർപ്പിതരെന്ന് സമയം കണ്ടെത്തുന്നു? തിരക്കൊഴിഞ്ഞിട്ട് നേരമില്ല, പഠനങ്ങളാണ്, ബിരുദത്തുമ്പോ ബിരുദം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒട്ടങ്ങള്, തമ്പുരാന്റെ മുമ്പില് മറിയത്തെ പോലെ ഇരുന്നു കൊടുക്കാൻ സമയമില്ലാത്തവരുടെ ഒരു ലോകം. എവിടെയാണ് സമർപ്പിത പൗരോഹിത്യ ജീവിതത്തിന്റെ മഹനീയത നിൽക്കുന്നത്? ദൈവത്തിന്റെ തിരുമുമ്പിലിരുന്ന് പരിചിന്തനം ചെയ്ത്, ദൈവത്തിന്റെ മുമ്പിലിരുന്നു കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് പരിശ്രമിച്ച് പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോയില്ലെങ്കിൽ കർത്താവ് നിന്നെ നോക്കി എന്നെ നോക്കി പറയും. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. നീ എവിടെ നിന്ന് നിബന്ധിച്ചുവെന്ന് ചിന്തിക്കുക, അവിടേക്ക് മടങ്ങി വരിക. ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു പോകാതെ ഒരു സമർപ്പിതനും പൂർണ്ണമായ മനസ്സോടെ ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ടാകില്ല.
ഒരു കുടുംബ ജീവിതത്തിലെ ജീവിത പങ്കാളികൾ തമ്മിൽ ജടികമായ അഭിലാഷത്തിനപ്പുറത്ത് ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ടുള്ള തനിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ, കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കണമെങ്കിൽ യോജിപ്പിച്ച് ദൈവം കൂടെ വേണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഓരോ വിവാഹത്തിനും ദൈവം നമുക്ക് തന്ന അടയാളമായിട്ടുള്ള കൊന്തയെടുത്ത് ജപമാലയെടുത്ത് ചെറുക്കന്റെയും പെണ്ണിന്റെയും കയ്യിൽ കൊടുക്കുന്നുണ്ട്. ദൈവത്തിലേക്ക് എത്താനുള്ള കുറുക്കു വഴിയായിട്ടുള്ള ഈ ജപമാല നിങ്ങൾ ചൊല്ലി കുടുംബ ജീവിതം ബലവത്താക്കുക എന്ന് പറഞ്ഞിട്ട്, കുടുംബജീവിതത്തിലെ കണ്ണികൾ പൊട്ടിപ്പോകാതെ ഈ ജപമാല കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും പൊട്ടിപ്പോകാതിരിക്കാൻ പാകത്തിന് കുടുംബനാഥൻ എന്ന നിലയിൽ, കുടുംബനാഥ എന്ന നിലയിൽ ഇന്നലെ വരെ നിങ്ങൾ മകനും മകളും സഹോദരനും സഹോദരിയും മാത്രമായിരുന്നുവെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഉള്ള റോളുകള് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ജീവിത പങ്കാളി, അവൾക്ക് ആങ്ങളമാരുണ്ടെങ്കിൽ അളിയൻ, അവന് പെങ്ങന്മാരുണ്ടെങ്കിൽ നാത്തൂൻ, ചേട്ടന്മാരുണ്ടെങ്കിൽ അനീത്തിയാര്, ചേടുത്തിയാര്, അമ്മാനപ്പനും അമ്മായിയമ്മമാര്, മരുമക്കളുടെ റോളുകള്. അതിനൊക്കെ ശേഷമാണ് മക്കൾക്ക് പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന് പറയുന്ന റോൾ വരുന്നത്. ഈ പിതാവും മാതാവും എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ റോൾ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഏതൊക്കെ റോളുകൾ ഓരോ വ്യക്തിയും ദാമ്പത്യ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട്. പൊട്ടിത്തകരാത്ത ബന്ധങ്ങളായിട്ട് സഹോദരങ്ങളെ കൂട്ടിയിണക്കാൻ, ജനിപ്പിച്ച മാതാപിതാക്കളെ കൂട്ടിയിണക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോ, അതിനുവേണ്ടി പ്രാർത്ഥന കൊണ്ട് ദൈവത്തിനെ കരം പിടിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോ അതിന് നിലനിൽക്കാതെ വഴിതിരിഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ ദൈവം പറയും, ലഭിച്ച വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുകയും ഇല്ല എങ്കിൽ വൃക്ഷത്തിന്റെ കടയ്ക്കൽ കൊടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം പറയുന്നുണ്ടല്ലോ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ എന്ത് മെച്ചമുണ്ടാകും, ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചാൽ എന്ത് തിന്മയുണ്ടാകും, എന്ത് നന്മയുണ്ടാകും. നിങ്ങൾ ലോകത്തിൽ നിന്നല്ലാത്തതുകൊണ്ട് നിങ്ങളെ ലോകം ദ്വേഷിക്കും. നിങ്ങളെ ലോകത്തു നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ ലോകത്തിന്റേതല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കും. എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. സത്യക്രിസ്ത്യാനിയായി നന്മയുള്ളവനായി യേശുവിന്റെ വിശ്വസ്ത അനുയായിയായിട്ട് ജീവിക്കുന്നവനാണോ പീഡിപ്പിക്കപ്പെട്ടിരിക്കും. സങ്കടക്കടലുകളിലൂടെ നടക്കേണ്ടി വരും. നൊമ്പരങ്ങളുടെ പെരുമഴക്കാലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തകരരുത് എന്ന തിരുവചനം ഓർക്കാൻ പോലും നേരം കിട്ടാത്തിടത്തോളം സഹനത്തിന്റെ പെരുമഴക്കാലം നിങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞേക്കും. വിട്ടുപോകരുത്. അവിടെയൊക്കെയും അനുഗ്രഹമായി സാന്ത്വനമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43 മുതൽ 46 വരെയുള്ള അധ്യായങ്ങളിൽ പലവട്ടം ആവർത്തിച്ചു പറയുന്ന കാര്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വഴി നടത്തുന്ന ദൈവം, നിന്നെ രൂപപ്പെടുത്തിയ ദൈവം, നിന്റെ പേരിന്റെ ഉള്ളകയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ദൈവം നിങ്ങളോടൊപ്പമുണ്ടെന്ന്, എന്നോടൊപ്പമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിന് ദൈവം തന്ന ജീവിതം, ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെടേണ്ട ജീവിതം, ദൈവം വിളിച്ച് വിശുദ്ധീകരിച്ചിരിക്കുന്ന ഒരു ജീവിത വഴിയിലൂടെ സമർപ്പിത ജീവിതം, പുരോഹിത ജീവിതം, കുടുംബ ജീവിതം, ഏത് ജീവിതാവസ്ഥയിലേക്ക് ദൈവം വിളിച്ചാലും ഏകസ്ഥ ജീവിതം പോലും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി അർപ്പിക്കപ്പെടേണ്ടത്. അപ്രകാരം ജീവിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം, നഷ്ടമുണ്ടായേക്കാം, മറ്റുള്ളവരാൽ തിക്താനുഭവം ഉണ്ടായേക്കാം. പതറരുത്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമുക്ക് വിശുദ്ധ ബലി തുടരുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഈ ബലിയിൽ നിന്ന് നമ്മൾ സംലഭ്യമാക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം പതറിപ്പോകാത്ത ജീവിത വിശുദ്ധിയാണ്, തകർന്നു പോകാത്ത ജീവിത ബന്ധങ്ങളാണ്. മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി കളഞ്ഞിട്ട് എന്നോട് കൂടെ നിൽക്കുന്നവരെ മാത്രം ചേർത്ത് പിടിച്ച് അധസ്ഥിതനായി പോയതുകൊണ്ട്, ഇച്ചിരി പൈസ കുറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് കടം തന്നിട്ട് ഞാൻ കടം കൊടുത്തിട്ട് തിരിച്ചു തരാത്തത് കൊണ്ടൊക്കെയും എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, എനിക്ക് ജന്മം തന്ന മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വെട്ടിമുറിച്ച് അനാഥ മന്ദിരങ്ങളിലേക്ക്, വൃദ്ധമന്ദിരങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് എങ്കിൽ, നിന്റെ വിളിക്കെതിരായിട്ടുള്ള ഒരു ജീവിതത്തിന് സാക്ഷ്യം കൊടുത്തിരിക്കുന്നതിന് നീ കണക്ക് കൊടുക്കേണ്ടി വരും. അരുത്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കണക്കിന്റെ പുസ്തകത്തില് അനുഗ്രഹത്തിന്റെ ഒരുപാട് 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 നിറവുണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് നന്മ ചെയ്തതിന്റെ നിറവുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ബലി ഏറെ വിശുദ്ധിയോടെ പൂർത്തീകരിക്കാം. അർപ്പിക്കുന്ന ബലി ജീവിതം കൊണ്ട് പൂർത്തീകരിക്കാം.